എവർക്കും സുപ്രഭാതം. ദാവീദ് എന്ന ഇസ്രായേലിന്റെ രാജാവിനെ സംബന്ധിച്ച് നമുക്കറിയാം, എത്രയോ പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയേക്കാൾ കൂടുതൽ അദ്ദേഹം ചെയ്ത പാപമാണ് മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്നത്. ദൈവം വെറുക്കുകയും അറയ്ക്കുകയും ചെയ്യുന്ന പാപങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ട്. എന്നാൽ തൻ്റെ തെറ്റുകളെ ഓർത്ത് അനുതപിച്ച് ദൈവമുമ്പാകെ വന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞ നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു ദാവീദ്. അതുകൊണ്ട് തന്നെ പിന്നീട് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അതെ, ദൈവത്തിന്റെ ഇഷ്ടം അതെന്താണ് എന്നൊന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകട്ടോ. ദാവീദ് ഏറ്റവും അധികം ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ദൈവമേ, അതെന്നെ ഒന്ന് പഠിപ്പിക്കണം, പഠിപ്പിച്ചെങ്കിൽ ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാണ്. നാം പുതിയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അനുദിനം ശുദ്ധിയുള്ള ജീവിതം നയിച്ച് ദൈവമുമ്പാകെ നിർമ്മലതയോടെ ജീവിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. ഇന്ന് പകലിലും ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം: ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം.